ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി തോന്നുന്നുണ്ടല്ലേ ഞാൻ ലോങ് വീഡിയോ ഇടാതെ ഷോർട്ട് വീഡിയോസ് തന്നെയാണ് ഇടൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു മടി തന്നെയാണ് കേട്ടോ. പിന്നെ തീരെ വീഡിയോ ഇടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലേ നമ്മൾ ഒരു ഇതില്ലാതാണ് നിൽക്കുന്നത്. അപ്പോൾ ചാനൽ പറ്റ ഡൗൺ ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഷോർട്ട് വീഡിയോസ് അങ്ങനെ ഞാൻ എടുത്തിടുന്നുണ്ടായിരുന്നത്. വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ഈ ഒരു ഫാമിലിയിലേക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വീട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവും ഞാൻ മീനങ്ങാടി വീട്ടിലാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതാ അവിടെ നിന്നാകുമ്പോൾ ഇനിയിപ്പോൾ തിരക്കൊന്നുമില്ല, മെല്ലെ ആക്കം പോലെ പണികളൊക്കെ എടുത്താൽ മതി. ഉമ്മയും ഉപ്പച്ചിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഉമ്മ രാവിലെ കടയിൽ പോയിട്ടുണ്ട്. നമ്മൾ വന്നെന്ന് വിചാരിച്ച് വെറുതെ പണിയൊന്നും കളഞ്ഞിട്ട് പുരയിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. പോണേൻ്റെ മുന്നേ നമ്മൾ വെള്ളപ്പമാണ്. അപ്പോൾ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ ഉമ്മ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ ഞാൻ എണീച്ച് വരുമ്പോഴത്തേക്കും കടലക്കറിയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കത് ചുടുന്നതും പിന്നെ ചായ കുടിക്കുന്നതും അങ്ങനത്തെയൊക്കെ പരിപാടിയേ ഉള്ളൂ. ബാക്കിയുള്ള ഏകദേശമൊക്കെ ഉമ്മ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോവുക. അപ്പോൾ ഇതാ ഞാൻ മക്കളൊക്കെ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതാ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചട്ടി മാറിയത് കൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഇതിമേലൊരു സ്റ്റേഷൻ കിട്ടണില്ല കേട്ടോ. എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാരില്ലേ ഒക്കെ മുരിഞ്ഞത് മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇപ്പം എൻ്റെ പുറകിലിതാ. ഓരോരുത്തർക്ക് മുരിഞ്ഞതാ ഇതുപോലെ മുരിയിച്ച് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ചൂടോടെ മുരിഞ്ഞത് മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. എന്നാൽ പിന്നെ ഓർക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഓർക്ക് വേണ്ട പോലെ ഓർക്കും അങ്ങോട്ട് ചുട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചുട്ട് തീർത്തിട്ട് വേണം എനിക്കും കൂടെ ചായ കുടിക്കാൻ. ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പണികളുണ്ട് കേട്ടോ എനിക്ക്. ഒന്ന് തട്ടിക്കൊട്ടലും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഉമ്മ കടയിൽ പോകുന്നതായതുകൊണ്ട് രാവിലെ പോകും വൈകുന്നേരം വരും. അപ്പോൾ എല്ലാത്തിനും കൂടെ ഒന്നും സമയം കിട്ടൂല. അപ്പോൾ പിന്നെ നോമ്പൊക്കെ ആവാനായതാണ് ഞാൻ ഒന്ന് എല്ലായിടത്തും ഒന്ന് തട്ടലും കൊട്ടലും അങ്ങനത്തെ പണികളൊക്കെ ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഉപ്പച്ചി പോയിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ മീനങ്ങാടിയിൽ കുറേ ദിവസം മുന്നേ ഒരു എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഓർമ്മ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് ഉപ്പച്ചി ഇപ്പോൾ പോവാൻ ഇറങ്ങുകയാണ്. അത് നോക്കി ടാറ്റയും പറഞ്ഞ് മുട്ടായി കൊണ്ടുവരണം എന്നും പറഞ്ഞിട്ടാണ് ഇതാ നാസിമോൻ അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊരു രണ്ടാളും ഇതാ ചായ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നിരുന്നു. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ റോട്ടുമത്ത പോകുന്ന വണ്ടിയും പോണ മനുഷ്യന്മാരെ ഒക്കെ നോക്കി അങ്ങനെ കാഴ്ച കണ്ടിരിക്കാമല്ലോ ഓർക്ക്. അപ്പോൾ ഒരു രണ്ടാളും ഇതാട്ടോ അവിടെ ചായ കുടിക്കുന്നുണ്ട്. റിഫമോളും ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഓളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ബാക്കിയുള്ളതൊന്നും എനിക്കുള്ളത് മുരിയാണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേഗം കടലക്കറിയും വെള്ളപ്പൊക്കെ കൂട്ടി ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കുടി കഴിഞ്ഞു കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്കാൻ വരുമ്പം എൻ്റെ കൂടെ ഞാൻ വരുമ്പോൾ തന്നെ ആജും അനിയത്തിയും ഉണ്ടാവലുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഓൾക്ക് മദ്രസ ലീവ് ഞങ്ങളിതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓൾ ആ ഒരു സമയത്ത് വന്നിട്ട് നിന്നിട്ട് പോയി. പിന്നെ ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ മദ്രസ ഉള്ളതുകൊണ്ട് തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ മദ്രസ ഉള്ള ആൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾ ഇങ്ങോട്ട് വന്നിനി കേട്ടോ. പിന്നെ ആജു വന്നിട്ടില്ലായിരുന്നു. ഞാനും കുട്ടികളും തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അകം ഞാൻ അടിച്ചു വാരുന്നുണ്ട്. ഓരോ ഭാഗത്ത് ഒതുക്കലും പെറുക്കലൊക്കെ ആയിട്ട് ഞാൻ അടിച്ചു വാരുന്നുണ്ട്. മുറ്റടിക്കാൻ ഇതാ നിച്ചുമോളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾ ഇത് അവിടെ ചിരട്ടയും ചട്ടിയും ചെമ്പൊക്കെ എടുത്തിട്ട് ഓരവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ചൊരു ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളത്. മൊത്തത്തിലൊന്ന് ഒക്കെ ഒന്ന് വലിച്ചു വാരി ഇട്ടിട്ട് മാറാല് ചട്ടാനും അങ്ങനെയൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാക്ക് ചിലപ്പോൾ ഇതിനൊന്നും ഉമ്മ ചെയ്യൂലെന്നല്ല കേട്ടോ. ഉമ്മാക്ക് പണിക്ക് പോണത് കൊണ്ട് ചിലപ്പോൾ നേരം കിട്ടിയെന്ന് വരില്ല. അപ്പം ഞാൻ ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളങ്ങനെ മൊത്തത്തിൽ പണികളൊക്കെ എടുത്തിട്ടൊക്കെ ആണ് കേട്ടോ പോവൽ. പിന്നെ ചില ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മക്കൾ വന്നാൽ ഉമ്മാക്ക് റെസ്റ്റ് ഉണ്ടാവില്ല, ഉമ്മാനെ പണിയെടുപ്പിച്ച് കൊല്ലും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതെന്താ അങ്ങനെയല്ലേ? നമ്മളിപ്പോൾ എന്താ പണിയെടുപ്പിച്ച് കൊല്ലാനൊന്നല്ലല്ലോ നമ്മൾ വരുന്നത്. നമ്മൾ വീട്ടിൽ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഉമ്മയും അനിയത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ ഞങ്ങൾ മൂന്നാളും കൂടെ പണികളെടുക്കും. എന്നിട്ട് പിന്നെ എല്ലാ പണികളും തീർത്തിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഇരിക്കും. അല്ലാതെ നമ്മൾ വന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉമ്മാനെ പണിയെടുപ്പിക്കുക അടങ്ങാറാക്കുക അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് എടുക്കുക. പിന്നെ നമ്മളെ ഉമ്മാരുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ടാവുമല്ലോ. അതല്ലാതെ വേറെ ഇതൊന്നും ഇല്ല കേട്ടോ. അതുപോലെ ചിലവ് പിന്നെ ഭയങ്കര ലോൺ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറയണേക്കാം. അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വരണോ നിൽക്കണു പോണു. പിന്നെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ചായക്ക് കടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അതല്ലാതെ ഇപ്പോൾ എപ്പോഴും ഒന്നും ഇല്ലല്ലോ. നമ്മൾ വരുമ്പോഴല്ലേ ഉള്ളൂ. ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ കേട്ടോ ഞാൻ വരുത്തുണ്ടാവുള്ളൂ. ഇതുപോലെ സ്കൂൾ മദ്രസൊക്കെ ഒരുമിച്ച്
ലീവുള്ള ഒരു സമയത്തൊക്കെ ഞാൻ വരുത്തുണ്ടാവലുള്ളൂ. അങ്ങനെ എന്തായാലും ഇതാക്കണ് മൊത്തത്തിലൊന്ന് എല്ലായിടത്തും തട്ടലും കൊട്ടലൊക്കെ ചെയ്തേണ്. പിന്നെ ഇതാ ഈ ഒരു റാക്ക് ഒന്നും നന്നാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഫുള്ളും കുപ്പിയും പാട്ടയൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് തോത്തി കഴുകി എടുക്കണില്ലൊക്കെ ഒന്ന് തുടച്ചിതാക്കിയിട്ട് പിന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കിങ്ങനെ ഓരോരോ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഇങ്ങനെ മാറ്റേണ്ടി വരും കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ. ഇനി ബാവലിയിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അവിടെ ഷെഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും മെനക്കെടലില്ല കേട്ടോ. അങ്ങനെ ഇതാ എല്ലായിടത്തും ഒന്ന് തട്ടലും കൊട്ടലും കുപ്പിയും പാത്രമൊക്കെ മാറ്റലും മറിക്കലൊക്കെ ആയിട്ട് ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് അടിച്ച് വാരി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അടിച്ചു വാരൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ്. ഇനിയിപ്പം ബാക്കിയുള്ള പാത്രം കഴുകലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിയുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ചോറ് അങ്ങോട്ട് ആയിക്കോളും. കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒക്കെ ഉണ്ട്, കറിയുണ്ട്, മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനെല്ലാം ഒക്കെ ഒന്ന് ചൂടാക്കി ഒക്കെ ഒന്ന് അട്ടിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മത്തൻ ചപ്പ് ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്ന് താളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതാ തീ കത്തിച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഭൂമി കുലുങ്ങണ പോലെ തോന്നുന്നുണ്ടോ? റിഫമോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. നാഫിയും നിച്ചുമോളൊക്കെ വീഡിയോ എടുത്ത് തരാൻ ഓർക്ക് അത് ശീലമായതുകൊണ്ട് ഓരോ പഠിച്ചിരിക്കണത്. റിഫമോളെ ഇവിടെ വരുമ്പം ആദ്യമായിട്ട് എടുക്കണത് കൊണ്ട് തന്നെ ഓക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടണില്ല കേട്ടോ. അതാണ് ആ ഭൂമി കുലുക്കം പോലെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒരു ചാർത്തിലാണ് നമുക്ക് പാത്രം കഴുകാനുള്ള സംവിധാനം ഉള്ളത്. അപ്പം അവിടെ പോയിട്ട് വേഗം ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തു വെച്ചു. ഇനിയിപ്പം അടുത്ത പണി എന്ന് പറഞ്ഞത് തുടക്കലാണ്. കുട്ടികളൊക്കെ ഞാൻ എല്ലാത്തിനെയും പുറത്തേക്ക് പറഞ്ഞയച്ചിട്ടാണ് കേട്ടോ. ഒരു പിന്നെ അവിടെ കളിച്ചോളും, എല്ലാവരും കൂടെ ആയതുകൊണ്ട് അങ്ങനെ മുറ്റത്ത് അങ്ങനെ കളിച്ചിരുന്നോളൂ കേട്ടോ. നാസിമോനും ഓരോ കൂടെ തന്നെ അങ്ങോട്ട് ഇരുന്നോളും. അപ്പം ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് തീർന്ന് വേഗം കുളിയും കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയാൽ ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇവിടെ വന്നാൽ എല്ലായിടത്തും ഒന്ന് പോകണം എന്നുണ്ട്. അപ്പോൾ തറവാട് വീട്ടിലൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തറവാട് വീട്ടിലൊക്കെ ഞാൻ പോയ വീഡിയോ ഷോർട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ അതിൻ്റെ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അതിപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നേ ഉള്ളൂ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേഗം വാർത്ത് വെക്കുകയാണ്. തീയും ഉണ്ട് അടുപ്പിൽ. അപ്പോൾ മക്കളെയൊക്കെ കഴുകാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് അവിടെ വെച്ചിട്ടാൽ അതങ്ങോട്ട് ചൂടായിക്കോളും. ഇനിയിപ്പോൾ എനിക്ക് അടുത്തത് ചപ്പ് പറിക്കാൻ പോവലാണ് കേട്ടോ. ഞാൻ വന്നപ്പോഴേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാനോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മത്തൻ ചപ്പുണ്ട്, അപ്പോൾ ഞാനത് പറിച്ച് താളിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ചപ്പ് താളിച്ചതും അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും താളിച്ചതോ മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ ചപ്പ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോയപ്പോൾ നല്ലോണം ചപ്പും മത്തനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യമൊക്കെ അതിൻ്റെ ആ ഒരു കാലാവധി സമയം കഴിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഏകദേശം അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു താളിപ്പിനുള്ള ഇലയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വേഗം അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്ന് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിയും വെക്കും കേട്ടോ ചപ്പ്. പക്ഷെ ഞാൻ താളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേഗം അതൊക്കെ ഒന്ന് അരിഞ്ഞ് മുറിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ചപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് ഉപ്പും ഇട്ട് കുറച്ച് കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ നമ്മളെ ചപ്പ് താളിച്ചത് അവിടെ റെഡി ആയിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലെണ്ണത്തിനെയും കുളിപ്പിച്ച് അകത്ത് കയറ്റാനുണ്ട്. ലാസ്റ്റ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചോറ് വയ്ക്കാൻ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വയ്ക്കാൻ. അപ്പോൾ ഓനക്കും ചോറ് കൊടുത്ത് ഞങ്ങളെല്ലാവരും ചോറൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ സവാരിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.